ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടകൻ, വേദിയിലിരിക്കുന്ന മാന്യവ്യക്തികൾ, കുടുംബത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭരണസമിതി അംഗങ്ങളെ, ശ്രീനാരായണീയരെ, സമയം കിട്ടുമ്പോൾ ഇച്ചിരി നേരം പറഞ്ഞു പോകും. ആളുകള് വേദി നന്നായിരുന്നാൽ നമ്മളറിയാതെ നീണ്ടുപോകുന്നതാണ്, കുഴപ്പമില്ല. സുപ്രഭാതം നമ്മൾ റേഡിയോയിൽ കേൾക്കണ്ട, 5 മിനിറ്റ് നേരേ ഉള്ളൂ, അങ്ങനെയും പറയാം. അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിലും പറയാം. ഇപ്പൊ നമുക്കിവിടെ പ്രധാന വിഷയം ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. ക്ഷേത്രം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കരയ്ക്ക് അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന് ഒരു ക്ഷേത്രം, ഇപ്പൊ ഒന്നിലധികം ക്ഷേത്രങ്ങളുണ്ട് നമ്മുടെ ഈ പ്രദേശത്ത്. എന്നാൽ നമ്മൾ ആരാധിക്കുന്ന ശ്രീനാരായണ ഗുരു, അദ്ദേഹം പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള നമ്മൾ ആരാധിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമി നമ്മളുടെ രക്ഷകനാണ് എന്ന് നാം ധരിക്കണം. ആ ധാരണ പലർക്കും ഇല്ല. ഒന്ന് അവിടം വരെ പോണം എന്ന് മാത്രം വിചാരിക്കാം. നമ്മുടെ രക്ഷകനായിട്ടിരിക്കുന്ന നാം ആരാധിക്കുന്ന നമ്മുടെ ദേവനെ കവച്ചു വെച്ചുകൊണ്ട് മറ്റ് പല സ്ഥലങ്ങളിലും പോകാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് വേണ്ടെന്നല്ല. എത്രയോ രക്ഷകർത്താക്കളെ നാം കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ സ്വന്തം അമ്മയും അച്ഛനും അവരാണ് നമ്മളെ എടുത്തു വളർത്തിയത്. അതുകൊണ്ട് നമ്മുടെ കടമ അവരോട് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ളവരെ നോക്കാൻ, അല്ലേ? അങ്ങനെയാണ് വേണ്ടത്. അപ്പൊ നമുക്കിവിടെ രക്ഷകർത്താവായിട്ടുള്ള ആരാണ്? നമ്മുടെ ഭഗവാൻ മാത്രമാണ്. ആ ഭഗവാന് നമ്മെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വ ബോധവും ഉണ്ടെന്ന് കരുതുമ്പോഴാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടില്ലെങ്കിലും ഭഗവാൻ നിങ്ങളെ രക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്ന ഒരു ബോധ്യം നമ്മളിൽ വേണം. കാരണം നമ്മളുടെ കരയ്ക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് അവിടുത്തെ കാര്യങ്ങൾ മുടങ്ങാതെ നടത്തിക്കൊണ്ട് പോകുന്നതിന് സാമ്പത്തികവും വേണം. ഇതെടുത്ത് പറയാൻ കാരണം ആമുഖമായിട്ടൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആരും പരിഭവിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഞാൻ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു പാത്രം എണ്ണ വാങ്ങിച്ചു കൊണ്ടുവന്നാല് ആ കത്തി നിറഞ്ഞു നിൽക്കുന്ന ആ വിളക്കിലേക്ക് തന്നെ വീണ്ടും അത് ഒഴിക്കുക. അത് മാത്രമല്ല, ഒരു പാത്രം എണ്ണ കൊണ്ടുവന്ന് അവിടെ എല്ലാ സ്ഥലത്തും ഇച്ചിരിച്ച് ഒഴിച്ചിട്ടേ വരാറുള്ളൂ. അതാണ് നമ്മുടെ തൃപ്തി. ശരിക്കും അങ്ങനെയാണോ വേണ്ടത്? നമ്മൾ ഭഗവാന് വേണ്ടി അർപ്പിക്കുന്ന ധനം, അത് എണ്ണയായാലും കർപ്പൂരമായാലും ചന്ദനത്തിരി ആയാലും കാണിക്കയിടുന്ന തുട്ടുകളോ നോട്ടുകളോ എന്തായാലും അവിടെ ഭഗവാന് വേണ്ടി എന്റെ ഒരു അർപ്പിക്കുകയാണത്. അവിടെ നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പൈസ ചെലവുണ്ടെന്ന് നമുക്കറിയാം. അതിലൊരു ഭാഗം എന്റെ വകയ്ക്ക് അത് കാണിക്കിട്ടാലും കൊള്ളാം, എണ്ണ മേടിച്ച് നടക്കി വെച്ചാലും മതി. അപ്പൊ അത് ആവശ്യത്തിന് വിനിയോഗിക്കാൻ കഴിയും. ഇത് അനാവശ്യമായിട്ടാണ് നിങ്ങൾ കൊണ്ടുവന്ന് അവിടെ കഴിച്ചു പോണത്. എന്താണെന്നറിയോ? കത്തുന്ന വിളക്കിലേക്ക് ഈ എണ്ണ ഒഴിച്ചാൽ പിന്നെ അത് ഉപയോഗിക്കാൻ കൊള്ളില്ല. മനസ്സിലായോ? അപ്പൊ നമ്മൾ നമ്മുടെ ഭഗവാന് മുമ്പിൽ കൊണ്ട് വെച്ചാൽ മതി. അത് അവിടുത്തെ ആവശ്യത്തിന് അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഈ എണ്ണ സ്വരൂപിച്ച് വെച്ചാൽ നമുക്ക് നാളത്തേക്ക് ഉപയോഗിക്കാൻ കഴിയും. മനസ്സിലായോ? നിങ്ങൾ വിചാരിക്കുന്നത് ഭക്തി കൂടി പോകുന്നത് കൊണ്ടാണ് ഭഗവാന്റെ മുമ്പിൽ ഈ കത്തുന്ന വിളക്ക് ഭഗവാൻ കാണുക ഒഴിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ വിചാരിക്കണ്ട. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഭഗവാൻ അറിയണുണ്ട്. നിങ്ങൾ പുഷ്പം കൊണ്ടുവരുന്നതോ നിങ്ങളിത് നേർച്ചയിടാൻ പൈസ കൊണ്ടുവരുന്നതോ ഒക്കെ ഭഗവാൻ അറിയുന്നുണ്ട്. ഇതെല്ലാം അറിയുന്ന ആളാണ് ഭഗവാൻ എന്ന് നമ്മൾ ധരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവിടെ അർപ്പിച്ചാൽ മാത്രം മതി.
അത് അവിടുത്തെ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കണം. അതിന് ആ രീതിയിൽ വേണം എന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് മാത്രം. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞത് ക്ഷേത്ര ആരാധന, അനുഷ്ഠാനം, ആചാരം. ആചാരവും അനുഷ്ഠാനവും എന്ന് പറഞ്ഞാൽ ആചരിക്കേണ്ടതിനെ വേദം പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ അനുഷ്ഠിച്ച് കാണിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ആചാരവും അനുഷ്ഠാനവും ഒന്ന് തന്നെയാണ്. അത് സദാചാരം എന്നും കഥാചാരം എന്നും പറഞ്ഞ് രണ്ട് ആചാരങ്ങളാണ് ഉള്ളത്. സദാചാരമാണ് നല്ലത്. അതായത് വിഹിതസ്യ അനുഷ്ഠാന ആചരണം സദാചാരം. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മാതിരി നമ്മൾ അനുഷ്ഠിക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് സദാചാരം. അടുത്തത് കഥാചാരം. അത് രണ്ട് വിധത്തിലാണ്, അനാചാരവും ദുരാചാരവുമാണ്. അനാചാരം എന്ന് പറഞ്ഞാല് വേദങ്ങളിൽ വിധിച്ചിരിക്കുന്നതിനെ ചെയ്യാതിരിക്കുക. അതായത് കോഴിവെട്ട്, മൃഗബലിയൊക്കെ വേണ്ടെന്ന് ഗുരു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനെയൊക്കെ ഇപ്പോഴും തുടർന്നു കൊണ്ടുപോകുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആ കർമ്മമാണ് അനാചാരം. അതായത് ആചാരങ്ങൾക്ക് എതിരാണ്, അതിന്റെ ആവശ്യമില്ലാത്തതാണ്. അടുത്തത് ദുരാചാരമാണ്. എന്താണ് ദുരാചാരം എന്ന് പറഞ്ഞാല് വിഹിതസ്യ അനുഷ്ഠാന അഭാവം. വേദത്തിൽ വിധിച്ചിരിക്കുന്നതിനെ അനുഷ്ഠിക്കാതെ നേരെ വിപരീതമായിട്ട് പ്രവർത്തിക്കുക, അതാണ് ദുരാചാരം. ദുരാചാരം എന്ന് പറഞ്ഞാൽ അതിനൊരു ഉദാഹരണം പറയുമ്പോ മദ്യപാനം അത് വേണ്ടാന്ന് ഗുരു പറഞ്ഞു. പക്ഷെ നമ്മൾ അതിനെ ചെയ്യും എന്ന് ദൃഢനിശ്ചയം എടുത്താല് അത് ദുരാചാരത്തിൽപ്പെടും. അതായത് ആചരിക്കണമെന്ന് പറയുന്നതിനെ നിഷേധിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്, അതാണ് ദുരാചാരം. ഇപ്പൊ ഈ മൂന്ന് രീതിയിലാണ് അതിനെ ആ രീതിയിൽ ഉൾക്കൊണ്ട് മനസ്സിലാക്കണമെന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെയുള്ളത് നമ്മൾ നിത്യേന ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മലർന്നു കിടക്കുന്ന രീതിയിലാണ് ആ ക്ഷേത്രം പണിതു വെച്ചിരിക്കുന്നത്. അതായത് ഗോപുരത്തിങ്കൽ ചെല്ലുമ്പോ ഭഗവാന്റെ പാദത്തിലാണ് നമ്മൾ ചവിട്ടുന്നത് എന്നുള്ള വിചാരം വേണം. അപ്പൊ ഗോപുരത്തിങ്കൽ നിന്ന് നമ്മൾ തൊഴുതിട്ട് വേണം ഉള്ളിലേക്ക് കടക്കാൻ. അത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോ കൊടിമരം കാണുകയാണ്. കൊടിമരം എന്ന് പറയുന്നത് ഭഗവാന്റെ ലിംഗസ്ഥാനമാണ്. അവിടെ കൊടിമരമുണ്ട്. ആ കൊടിമരത്തിന് നട്ടെല്ലിന്റെ കശേരുക്കൾ എത്രയുണ്ടോ ആ കണക്കിനാണ് കൊടിമരത്തിന് ഓരോ പറയും മേൽപോട്ട് ഉയർത്തി കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോ പൊക്കിളിന്റെ സ്ഥാനത്താണ് അവിടെ ഒരു ബലിക്കല്ലിരിക്കുന്നത്. പൊക്കിളിന്റെ സ്ഥാനമാണത്. അത് കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ ഭാഗം, അവിടെയാണ് നമസ്കാര മണ്ഡപം. അത് കഴിഞ്ഞ് ശ്രീകോവിലിന്റെ ഇടയ്ക്കുള്ള ഭാഗമാണ് നമ്മുടെ കഴുത്തിന്റെ ഭാഗം. അത് കഴിഞ്ഞാൽ ശ്രീകോവിലിന്റെ നടുമധ്യത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അപ്പൊ അത് ഷഡാധാര പ്രതിഷ്ഠയാണ്. ഷഡാധാരം എന്ന് പറഞ്ഞാൽ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, ഇങ്ങനെ 6 ആധാരങ്ങളാണ്. ആ ഷഡാധാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിയിൽ നിന്ന് തുടങ്ങാണ്. അപ്പൊ ഇത് മനുഷ്യന്റെ രീതിയിലാണ് പ്രതിഷ്ഠ എന്ന് ഞാൻ പറഞ്ഞതിന്റെ ഒരു ബാഹ്യ രീതിയിലുള്ള കാര്യമാണ് നിങ്ങളോട് ഇപ്പൊ പറയുന്നത്. ഇനി ആന്തരികമായിട്ട് ഷഡാധാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ട് ഈ ഷഡാധാരം. അതായത് സ്ഥാനത്തിനും അതായത് ജനനേന്ദ്രിയ സ്ഥാനത്തിനും മധ്യത്തിലായിട്ട് മൂലാധാരം എന്ന് പറയുന്ന ഒരു
ആധാരം അവിടെ നിന്ന് തുടങ്ങുകയാണ്. അത് ഈ കൊടിമരത്തിന്റെ കണക്കിന് ഞാൻ പറഞ്ഞ നട്ടെല്ല്, നമ്മുടെ ശരീരത്തിലെ നട്ടെല്ലിന്റെ കൂടി മേലോട്ട് വന്ന് അത് സഹസ്രാരത്തിൽ വന്ന് ബ്രഹ്മരന്ധ്രത്തിൽ അവസാനിക്കുന്നതാണ്. ഈ ആധാരങ്ങൾ 6 കടന്നിട്ട് വരുമ്പോ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോ ശിവനെ കാണാതെ ശിവശംഭോ എന്ന് പറയണം. എന്താണ് ആ കുണ്ടലിനി എന്ന് പറയുന്ന ശക്തി? എന്താണ് അത്? പരാശക്തിയാണ്. ആ പരാശക്തി ഈ സുഷുമ്നാ നാഡിയിലൂടെ മേൽപോട്ട് ഉയർന്ന സഹസ്രാര പത്മത്തിൽ കുടികൊള്ളുന്ന സാക്ഷാൽ പരമശിവനെ ദർശിക്കുന്ന അവസ്ഥ. അപ്പോഴാണ് പരമാനന്ദം ലഭിക്കുന്നത്. ഇത് സാധാരണ നമുക്ക് ആർക്കും ഉണ്ടാകുന്ന കാര്യമല്ല. ഗുരു പറഞ്ഞിരിക്കുന്നത് അതിനെ സാധന ചെയ്ത് മനസ്സിനെ ഉറപ്പിച്ച് തപസ് ചെയ്യുന്ന പോലെയൊക്കെ ചെയ്താൽ സാധാരണക്കാർക്കും സാധിക്കാവുന്ന ഒരു കാര്യമാണ്. ഇത് നമുക്കൊക്കെ അത് സിദ്ധിക്കണമെങ്കിൽ ഇച്ചിരി താമസമുണ്ട്. അപ്പോ നമുക്കുള്ള ആദ്യത്തെ പടിയെന്ന് പറയുന്നത് ക്ഷേത്ര ദർശനം, ഭക്തി. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മള് കീർത്തനം ചൊല്ലൽ മാത്രമല്ല. കീർത്തനം ചൊല്ലണം, പ്രാർത്ഥന നടത്തണം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രശ്നയുള്ള അർത്ഥന എന്നാണ്. അങ്ങനെ അർത്ഥിക്കുന്നത് എന്തായിരിക്കണം? നമുക്ക് വേണ്ടത് എന്താണെന്ന് ഭഗവാനോട് പറഞ്ഞു കേൾപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടെന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? ഭഗവാൻ എല്ലാം അറിയുന്ന ആളാണെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും നമ്മുടെ കാര്യങ്ങൾ പറയണോ? പറയേണ്ട